ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മാത്തമാറ്റിക്കൽ റീസണിംഗ്. ഓക്കെ, നമുക്ക് ഇതിനെ കുറിച്ച് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ 2-3 സെന്റൻസ് എഴുതാം. ആ സെന്റൻസ് വെച്ചുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ ആദ്യം ഡിസ്കസ് ചെയ്യാം. വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ് എന്നാണ് ആദ്യം പറയുന്നത്. അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്, ഇൻ 2003 ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാസ് എ വിമൻ. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാസ് എ വുമൺ. രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്, an elephant weighed more than a human being. മൂന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്, women are more intelligent than men. ഈ 3 സെന്റൻസും ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കാം, എന്താണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ 3 സെന്റൻസിൽ ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് എടുക്കുവാണെങ്കിൽ, in 2003 ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാസ് എ വുമൻ എന്ന് പറയുന്നത്, അന്ന് ആരാണ് പ്രസിഡന്റ് നോക്കാം. ആദ്യം ഇത് ശരിയാണോ തെറ്റാണോ കണ്ടുപിടിക്കാം. അപ്പൊ ഈ കണ്ടീഷൻ പ്രകാരം ഇത് ക്ലിയർലി നമുക്ക് തെറ്റായിട്ടാണ് വരുന്നത്. ഇത് തെറ്റാണ്, ഇത് ഫോൾസ് ആണ്. പക്ഷെ ഫോൾസ് ആണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണോ, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയാണ് ചെക്ക് ചെയ്യണത്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻ പ്രകാരം ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. പക്ഷെ രണ്ടും കൂടി ഐദർ ട്രൂ ഓർ ഫാൾസ് അങ്ങനെ വരാൻ പാടില്ല. ഐദർ ട്രൂ ഓർ ഫാൾസ് വരാനുള്ള, ഒന്നെങ്കിൽ അത് കംപ്ലീറ്റ് തെറ്റ്, അതിന് ആൻസർ തെറ്റായിരിക്കണം, അല്ലെങ്കിൽ അതിന് ആൻസർ കറക്റ്റ് ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യനിൽ 2 ആൻസർ വരാൻ പാടില്ല. ചില സമയത്ത് ഇത് ശരിയാവാം, ചില സമയത്ത് ഇത് തെറ്റാവും. സം കേസസ് ദിസ് മേ ബി ട്രൂ, സം കേസസ് ദിസ് മേ ബി ഫാൾസ്. അങ്ങനെ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ക്ലിയർലി ഫാൾസ് ആണ്. തെറ്റാണെങ്കിൽ തെറ്റാണ്. ഓക്കെ, അത് മാത്രം ഇപ്പോൾ ഓർത്ത് വെക്കാം. ഇവിടെ ഞാൻ ഫാൾസ് മാത്രമേ എഴുതുള്ളൂ, അത് മാത്രം അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് പിന്നീട് പറയാം. an elephant weighs more than human weight. ഒരു എലിഫന്റ് വെയിറ്റ് മനുഷ്യന്മാരെക്കാട്ടിയും കൂടുതലാണ്. ഇത് ട്രൂ ആണ്, അത് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നത്. വിമൻ ആർ മോർ ഇന്റലിജന്റ് ദാൻ മെൻ. അപ്പൊ ഇത് പറയുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ചില സമയത്ത് ശരിയാണ്, ചില സമയത്ത് തെറ്റാണ്. ഇത് ഒന്നേക്ക് ഫോൾസ് എന്ന് പറയാം, ചില സമയത്ത് ട്രൂ എന്ന് പറയും. അപ്പൊ ഇത് ഐദർ ഓർ ആണ് വരുന്നത്. ഐദർ ഓർ, ചിലപ്പോൾ ഫാൾസ് ആവാം ഓർ ട്രൂ ആവും. അപ്പൊ ഇതിൽ രണ്ടും കൂടി ഒന്നിച്ച് വരുന്നു. ആദ്യം നമ്മൾ ഫാൾസ് നടത്തു, ട്രൂ എന്ന് നടത്തും, ഐദർ ഫാൾസ് ഓർ ട്രൂ. അപ്പൊ നമ്മൾ ഇവിടെ റീച്ച് ചെയ്യുന്നത്, നമ്മൾ എയിം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ, വെദർ ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓർ നോട്ട്, വെദർ ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓർ നോട്ട് എന്ന് നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ സാധാരണ ഇതിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ടെങ്കിൽ, എ സെന്റൻസ് ഈസ് കോൾഡ് മാത്തമാറ്റിക്കൽ ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. ഇഫ് ഇറ്റ് ഈസ്, ഇതാണ് ഇതിന്റെ കണ്ടീഷൻ, ഇഫ് ഇറ്റ് ഈസ് either true or false but not both. പക്ഷെ രണ്ടും ഒന്നിച്ച് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തത് ഫാൾസ് ആണ്, എപ്പോഴും ഫാൾസ് ആണ്. ആര് പറഞ്ഞാലും ഫാൾസ് ആണ്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, വി കോൾ ഇറ്റ് എ സ്റ്റേറ്റ്മെന്റ്. ഇത് ട്രൂ ആണ്, ഓൾവേസ് ട്രൂ ആണ്. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും പറയാൻ പറ്റും, ഇത് ട്രൂ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ട്രൂ ഒരു ആൻസറേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഓൾസോ സ്റ്റേറ്റ്മെന്റ്.
പക്ഷെ ഇത് ചില കേസിൽ ട്രൂ വരാം, സം കേസസ് ഇറ്റ് മേ ബി ഫോൾസ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ട് ഐഡിയ കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കത് അടുത്ത ഏതാനും കുറച്ച് എക്സാമ്പിളിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിലോട്ടാണ് പോകുന്നത്. ഇതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. നമ്മളത് അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. 2 + 2 = 4. 2 + 2 = 4. 2 + 2 = 4. Second one, the sum of two positive numbers is positive. The sum of SEM, the sum of two positive numbers is positive. Two positive numbers is positive. Third one, all prime numbers are odd numbers. Odd primes. Check whether, question is check whether statement or not. Statement ആണോ അല്ലയോ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 + 2 = 4 ആണ്. രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ 4 ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കറക്റ്റ് ഓർ ട്രൂ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഒരു ആൻസറേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് വി കോൾ ഇറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്. ദി സം ഓഫ് ടു പോസിറ്റീവ് നമ്പർ ഈസ് പോസിറ്റീവ്. സം ഓഫ് രണ്ട് പോസിറ്റീവ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഏത് പോസിറ്റീവ് നമ്പർ കൂട്ടിയാലും പോസിറ്റീവ് ആണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. കറക്റ്റ്. സോ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. എന്ന് പറയാം. ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ എല്ലാ പ്രൈം നമ്പേഴ്സ് ഓഡ് നമ്പർ ആണ്. അപ്പൊ അവിടെ ഒരു സംശയമുണ്ട്. പ്രൈം നമ്പർ 2, 3, 5, 7, 11, പിന്നെ 13, 17 എക്സെട്ര. അപ്പൊ ഇതെല്ലാം ഓഡ് നമ്പറാണ്. പക്ഷെ ഈ ഒരാൾ മാത്രം ഇവിടെ പ്രശ്നക്കാരനാണ്. 2 ഇസ് എ ഈവൺ നമ്പറാണ്. സോ അതുകൊണ്ട് ഇതെന്താ പറയാ, നമുക്ക് ഇറ്റ്സ് എ ഫോൾസ്. ഇത് ഫോൾസ് ആണ്. പക്ഷെ ഫോൾസ് ആണെങ്കിലും ഫോൾസ് തന്നെയാണ്, എപ്പോഴും ഫോൾസ് ആണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരാളെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ നിങ്ങളത് ചെയ്തു വെച്ചാൽ നല്ലതാണ്. കാരണം അതാണ് എല്ലാവർക്കും തെറ്റ് വരുന്ന ഒരു കാര്യം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അടുത്തെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആണ്, ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ. ഹൗ ബ്യൂട്ടിഫുൾ. Second one, open the door. Third one, where are you going? ഇതാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരം. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഏതിനെയാണ്, ഏത് സ്ഥലത്തെയാണ് ഒന്നും പറയുന്നില്ല. ഹൗ ബ്യൂട്ടിഫുൾ അത്രയും. ഓപ്പൺ ദി ഡോർ എന്ന് പറയുമ്പോൾ വിച്ച് ഡോർ, ഏത് ഡോർ, അതിനെ കുറിച്ചും അറിയില്ല. വേർ ആർ യു ഗോയിങ്, എവിടെ പോകണം, എവിടെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ എല്ലാം കൺഫ്യൂഷനാണ്. ഇങ്ങനെ വരുന്നതെല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ധൈര്യത്തിൽ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് എന്ന് വേണം നിങ്ങൾ പറയേണ്ടത്. അവിടെ ആലോചിക്കാനേ ഇല്ല. പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു ആലോചനക്കും സമയം കൊടുക്കരുത്. ഇനി അടുത്ത എക്സസൈസ് നമ്പർ 14.1 അതാണ് ചെയ്യുന്നത്. എക്സസൈസ് നമ്പർ 14.1 കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ ഷോർട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ സ്റ്റേറ്റ്മെന്റ്, ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് സ്റ്റേറ്റ്മെന്റ്, എന്തുകൊണ്ട് എന്ന് പറയാൻ ആൻസർ കൊടുക്കാം. There are
35 days in a month. 35 days in a month. ഇത്രയേ ഉള്ളൂ. മൊത്തം ഒരു മാസത്തിൽ 35 ദിവസമുണ്ട്. ശരിയാണോ? ഒരു മാസത്തിൽ 30 ദിവസമേ ഉള്ളൂ. മാക്സിമം 30, 31. ഫെബ്രുവരി മാത്രം 28. ഫെബ്രുവരി മാത്രമാണ് 28. അത് ചിലപ്പോൾ 29 വരാം, ലീപ് ഇയർ ആയിട്ട്. അപ്പൊ ക്ലിയർലി ഇത് ഫോൾസ് ആണ്. ഫോൾസ്, ഓൾവേസ് ഫോൾസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എസ് മാത്രമേ എഴുതുന്നുള്ളൂ, അത് എഴുതുന്നില്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സെക്കൻഡ് വൺ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട്. മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട്. മാത്തമാറ്റിക്സ് ആണ് ബുദ്ധിമുട്ടാണ്. ചില കുട്ടികൾക്ക് മാത്സ് ഈസിയാണ്, ചില കുട്ടികൾക്ക് മാത്സ് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ അവിടെ രണ്ട് ആൻസർ വരുന്നു. ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇപ്പൊ രണ്ട് ആൻസർ വന്നുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് അല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. ദി സം ഓഫ് 5 and 7 ഈസ് ഗ്രേറ്റർ ദാൻ 10. ദി സം ഓഫ് SUM, ദി സം ഓഫ് 5 and 7 is greater than 10. അപ്പൊ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. 5ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10നെക്കാട്ടും വലുതാണ്. ക്ലിയർലി 12 ആണ്. സോ ഗ്രേറ്റർ ദാൻ 10 ആണ്. സോ ക്ലിയർലി നമുക്ക് എന്താ പറയാം? ട്രൂ ആണ്. ഓൾസോ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത, ദി സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ആൻ ഈവൺ നമ്പർ. ഏത് നമ്പറിന്റെ എടുക്കുകയാണെങ്കിൽ ദി സ്ക്വയർ ഓഫ് എ number is an even number. ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അത് ഈവൺ നമ്പർ ആയിരിക്കണം. അത് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യുക. നമ്മൾ അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. രണ്ടും കൂടി വരാൻ പാടുള്ളൂ. അപ്പൊ 1ന്റെ സ്ക്വയർ എടുക്കാം, 1. 2ന്റെ സ്ക്വയർ 4. 3ന്റെ സ്ക്വയർ 9. 4ന്റെ സ്ക്വയർ 16. 5ന്റെ സ്ക്വയർ 25. അപ്പൊ നമുക്ക് സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈവൺ നമ്പർ. അപ്പൊ ഇതിന്റെ എല്ലാം സ്ക്വയർ എടുത്തു. ഏതും എടുക്കാം, അതെല്ലാം ഈവൺ നമ്പർ ആയിട്ട് വരണം. അപ്പം ഇത് ഈവൺ ആണ്, ഇതല്ല, ഇതാണ്. അപ്പൊ ഇത് നമുക്ക് എന്താ പറയാൻ പറ്റും? തെറ്റാണ്. റോങ്. അപ്പൊ തെറ്റായിട്ട് വരുന്നോണ്ട് നമുക്ക് ഇത് റോങ് ആണ്, ഫോൾസ് ആണെങ്കിലും നമുക്ക് എന്താ പറയാം? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പറയാം. അപ്പൊ ഈ രീതിയിൽ എഴുതിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനുള്ളത് എഴുതി തന്നെ നോക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്ത നല്ല രസകരമായ ക്വസ്റ്റ്യൻ ആണ്. ദി സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. The sides of a quadrilateral have equal length. The sides of a quadrilateral have equal length. അപ്പോൾ ഇവിടെ അറിയേണ്ടത് ക്വാഡ്രിലാറ്ററിലെ സൈഡ്സ് എപ്പോഴും തുല്യ നീളത്തിലായിരിക്കും. അതാണ് എൻ്റെ ഇത്. ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ ചതുർഭുജം, 4 വശങ്ങളുണ്ട്. അപ്പൊ ഞാൻ എവിടെ വരുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം പറയണം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഞാൻ സ്ക്വയർ എടുത്തു. ഇത് സ്ക്വയർ ആയിട്ട് എടുത്തു. അടുത്തത് ഇത് റെക്ടാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ അല്ല, ഇവിടെ ശരിയാണ്, ഇവിടെ അല്ല. ഓക്കെ, അവിടെ ശരിയാണ്, ഇവിടെ അല്ല. അപ്പൊ അവിടെ 2 ആൻസർ വന്നു. പിന്നെ അടുത്ത് ഇങ്ങനെ എടുക്കാം, റോംബസ് എന്ന് പറയും, അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം. ഇതെന്ന് പറയുന്നത് പാരലോഗ്രാം, സാമാന്തരികം, പാരലോഗ്രാം. പിന്നെ കൈറ്റ് ഉണ്ട്. ഇത് രണ്ടും ഓക്കെയാണ്, ഇത് രണ്ടും ഓക്കെയാണ്.
പക്ഷെ എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നത് ഇതിൽ ഈക്വൽ ആണ്, ഇതിലും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ മിസ്മാച്ച് സംഭവിച്ചു, ഇവിടെ മിസ്മാച്ച് സംഭവിച്ചു. ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതിലൊക്കെ ബാക്കി ഇതിലും അല്ല, ഇതിലും അല്ല, ഇതിലും അല്ല. കുറച്ച് പാരലോഗ്രാം കുറച്ച് ചെരിവ് കാണും, ചെരിഞ്ഞില്ല, ചെരിഞ്ഞിട്ടല്ല, നല്ല പാരലോഗ്രായിട്ട്. ഓക്കെ, നമുക്കത് ഒന്നും കൂടി ഞാൻ വരക്കാം. അത് റെക്ടാങ്കിൾ പോലെ വരച്ചു പോയി. ഇങ്ങനെയാണ് സാധനം പാരലോഗ്രാം വരയ്ക്കാം. ഇത് രണ്ടീക്കലും ഇത് രണ്ടീക്കലും ആ രീതിയിൽ വരും. പിന്നെ അതേപോലെ ട്രപ്പീസിയം ഉണ്ട്, ലംബകം എന്ന് പറയും. ലംബകം, ട്രപ്പീസ് എന്ന് പറയുമ്പോൾ നമ്മളെ വീടിന്റെ മേൽക്കൂര, റൂഫ് പോലെ ഉണ്ടാവും. ഇതാണ് ട്രപ്പീസിയം. ഓക്കെ, അധികം കുട്ടികൾ കേൾക്കാത്ത കാര്യമാണ്. മലയാളത്തിൽ ലംബകം, അവിടെയും തെറ്റാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ രണ്ട് കേസിലും ശരിയാണ്. അപ്പൊ ഇപ്പം ഈ ക്വസ്റ്റ്യന്റെ കേസ് പ്രകാരം ചില കേസിൽ ഇവിടെ ഈക്വൽ ആണ്, ഹിയർ ഈസ് ഓൾസോ ഈക്വൽ, ഹിയർ ഈസ് ഓൾസോ ഈക്വൽ. പക്ഷെ ഇവിടെ നോട്ട് ഈക്വൽ ടു, ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ്, ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ്, ഇവിടെ നോട്ട് ഈക്വൽ ടു ഇവിടെ. അപ്പൊ ഈ രണ്ട് കേസിലും ഫസ്റ്റ് കേസിലും ഈ കേസിലും നമുക്ക് എന്താ പറയാ, ട്രൂ ആണെന്ന് പറയാം. ബാക്കി കേസിൽ ഇത് ഫോൾസ് ആണ്. അപ്പൊ ഇവിടെ ട്രൂവും വരുന്നുണ്ട്, ചില കേസിലും ഫോൾസും വരുന്നുണ്ട്. അപ്പൊ രണ്ട് കേസും വരുന്നുണ്ട്, ട്രൂ ഓർ ഫോൾസ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ഇത് കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അറിയാതെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോകും, അങ്ങനെ ടെൻഡൻസി കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് സിക്സ്ത് വൺ, ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇതാണ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, ഇതാണ് പറയുന്നത്. അപ്പൊ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. ഏത് ക്വസ്റ്റ്യൻ? ഇറ്റ്സ് നോട്ട് ക്ലിയർ. ഇപ്പൊ ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഇറ്റ് ഇസ് നോട്ട് ഡയറക്റ്റ് പറയാം, ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ആ രീതി വേണം പറയാൻ വേണ്ടി. ഇനി ദി പ്രോഡക്റ്റ് ഓഫ് -1 and 8 is 8. The product of -1 and 8 is 8. അപ്പൊ ഇത് ഒറ്റ പറയാൻ പറ്റും, -1 into 8 equal to -8 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ആൻസർ 8 ആണ്. ക്ലിയർലി ഇറ്റ് ഈസ് ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിലും ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ആ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. നിങ്ങൾ റീസൺ എക്സാം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു കാര്യം എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ 8th one, the sum of, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. the sum of all interior angles, the sum of all interior exterior നമുക്ക് പറയാൻ പറ്റും, interior angles of a triangle is 180 degree. അപ്പം ഇന്റീരിയർ എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ഇന്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിൾസ് എന്തായിരിക്കും, അതിന്റെ സം എന്തായിരിക്കും? 180 എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് കാഷ്വൽ ആയിട്ട് എന്താണ് നമുക്ക് നോക്കാം. ഞാനൊരു ട്രയാംഗിൾ എടുത്തു. സോ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തു, ഇവിടെ എ എന്ന് കോൾ ചെയ്യുക, ഇവിടെ ബി എന്നും ഇവിടെ സി എന്നും ഞാൻ എടുത്തു. 1 2 3 നമ്മളൊരു കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡ് എടുത്ത് ഈ സൈസിൽ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ അടുക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. ഈ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊരു ട്രയാങ്കിൾ ആയിട്ട് മാറും. അത് എത്രയായിരിക്കും? 180 ഡിഗ്രിന്ന് കൃത്യമായിട്ട് കിട്ടും. ഇത് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത. 180 ഡിഗ്രി കട്ട് ചെയ്ത് ഒരു ഇതായിട്ട് വരണം, അതായത് ഈ രീതി കിട്ടും. ഇങ്ങനെയാണ് വരുന്നത്, ഈ ഒരു പീസായിട്ട് വരും. കറക്റ്റല്ല, കറക്റ്റ് ചെയ്താലും മനസ്സിലാവും. 1 2 സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സാധാരണ നമ്മളൊരു പ്രൊട്ടാക്ടർ എടുക്കുമ്പോൾ പ്രൊട്ടാക്ടറിൻ്റെ അതേ സൈസിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 120 എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇതിന് പറയാൻ കാരണം. സോ ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എനി ട്രയാംഗിൾ ഈസ്
180 ഡിഗ്രി ആണ്. അത് നമുക്ക് ജനറലൈസ്ഡ് ആണ്. അപ്പം നമുക്ക് എന്താ പറയാം, ക്ലിയർലി ഇറ്റ് ഈസ് ട്രൂ ആണ്, ഇറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നെക്സ്റ്റ് വൺ, നയൻത് വൺ ഒന്നുമില്ല. ടുഡേ ഈസ് എ വിൻഡി ഡേ. ടുഡേ ഈസ് എ വിൻഡി ഡേ. ടുഡേ എന്ന് പറയുന്നത് ക്ലിയർ അല്ല, ഏത് ദിവസം. ഇപ്പൊ ക്ലിയർലി ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എസ് എന്ന് എഴുതുന്നുള്ളൂ, സ്റ്റേറ്റ്മെന്റ് എഴുതാൻ ഒഴിവാക്കിയിട്ടാണ് എഴുതുന്നത്. ഓക്കെ. അടുത്ത് ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പർ. ഓൾ റിയൽ നമ്പേഴ്സ് ആർ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പർ. ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സ്, ഈ ലോകത്ത് കാണുന്ന എല്ലാ റിയൽ നമ്പേഴ്സ് എടുക്കുമ്പോഴും അതൊരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് പറയാം. അപ്പോൾ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഒരു നമ്പർ ലൈൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു നമ്പർ ലൈൻ എടുക്കുകയാണ്. നമ്പർ ലൈൻ ഇങ്ങനെ നമ്പർ ലൈൻ എടുത്തു. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇത് 0. ഇപ്പോൾ 1 2 -1 -2. ഇപ്പോൾ ബിറ്റ്വീൻ 0 and 1 ഞാൻ പറഞ്ഞു ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ലാക്ക്, ക്രോർ, എത്രയോ കോടിക്കണക്കിന് നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, അങ്ങനെ ഇപ്പോൾ എല്ലാം എഴുതാൻ പറ്റും. ഇപ്പോൾ ഞാൻ 1 എടുത്തു. 1നെ കോംപ്ലക്സ് നമ്പർ എങ്ങനെ എഴുതാം? 1 + i0. കോംപ്ലക്സ് ആണ് i വരണം. i ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 ആണെങ്കിലോ 2 + i0. അപ്പോൾ 0.1 ആണെങ്കിലോ 0.1 + i0 കോംപ്ലക്സ് നമ്പർ. 2/5 ആണെങ്കിലോ 2/5 + i0. അപ്പോൾ എല്ലാം കോംപ്ലക്സ്, എല്ലാ റിയൽ നമ്പറും. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. therefore ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. മനസ്സിലായുള്ളൂ? ഓക്കെ, ഇത്രയും